ഹലോ മോർണിംഗ്. നമ്മളിന്ന് നേരം വിളിച്ചു. നമുക്ക് കിച്ചണിൽ നല്ല പണിയുണ്ട്. അപ്പോൾ പോയി കിച്ചണിൽ കയറാം. ഇവിടെ അതേ ഉമ്മച്ചി കട്ടൻ ചായ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതേ നമുക്ക് രാവിലത്തേക്കുള്ള പാല്, ക്യാബേജ് വറുത്ത്, പിന്നെ തേങ്ങ ഓൾറെഡി ചിരടി വെച്ചിട്ടുണ്ടാവും. പിന്നെ അതേ ഇന്ന് പീസാണ് നമ്മൾ വെള്ളത്തിലിട്ടിരിക്കുന്നത്. പിന്നെ ഇന്നലെ നമ്മൾ പുട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചാൽ, അപ്പോൾ പുട്ടാർക്കും വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ നൈസായിട്ട് അത് ഫ്രിഡ്ജിൽ കയറ്റി. അപ്പോൾ അതുകൂടി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ പുതിയ ചവിട്ടി വാങ്ങി കേട്ടോ. ഇന്നലെ വാങ്ങിയതാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ മുമ്പിട്ട ചവിട്ടി വേഗം തെന്നി വീഴുന്നുണ്ടായിരുന്നു. അത് കാരണം ചേഞ്ച് ചെയ്തതാണ്. പിന്നെ ഇത് നമ്മൾ ഇന്നലെ കല്യാണ വീട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് വന്ന പൂക്കളാണ് കേട്ടോ. ഇത് നമ്മൾ സെപ്പറേറ്റ് നടാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചേക്കണ കുറച്ച് ഫ്ലവേഴ്സാണ്. എന്തായാലും റോസൊന്നും നട്ടതിനെ പിടിക്കില്ല എന്നറിയാം. പക്ഷേ അത് ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഇത് എനിക്ക് തോന്നുന്നു നട്ട് കഴിഞ്ഞാൽ പിടിക്കുന്നു. എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ പൂവൊക്കെ കളഞ്ഞ് ജസ്റ്റ് ഒന്ന് നട്ട് നോക്കിയായിരുന്നു. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അങ്ങനെ നട്ടാൽ പിടിക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഞാൻ ഈ പൂ മാത്രമാണ് അവിടെ നിന്ന് അടിച്ചു മാറ്റിയ കേട്ടോ. ബാക്കി വെറുതെ കൊമ്പും ജില്ലൊക്കെ ജസ്റ്റ് എടുത്ത് വെച്ചതാണ്. അറിയില്ല. നട്ട് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഭയങ്കര ചീവീടിൻ്റെ സൗണ്ട് ഉണ്ട്. വോയിസ് ഓവർ കൊടുക്കാൻ നേരത്താണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. പിന്നെ താമര ചേഞ്ചായിട്ടോ. താമര ചേഞ്ചായിട്ട് ഇപ്പോൾ ഏതാവസ്ഥ എന്ന് വെച്ചാൽ, ഇപ്പം താമര ഇങ്ങനെയാണ് ആയിരിക്കുന്നത്. ഇതിൻ്റെ വിത്ത് സെപ്പറേറ്റ് ആവുന്നതാണ്. എനിക്കറിയില്ല ഇത് പിടിക്കുമെന്ന്. പക്ഷേ ഇത് കറുത്ത് വരുന്നുണ്ട്. ഇത് മാത്രമാണ് വിത്ത്. മറ്റത് പോയട്ടോ. ഇത് കണ്ടില്ലേ, ഒരെണ്ണം ഉണ്ടായതിൻ്റെ വിത്തൊന്നും കിട്ടിയില്ല. ഇത് മാത്രമാണ് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ചായ ക്യാബേജ് വേറെ കാണാൻ കാലം. ക്യാബേജ് കഴിഞ്ഞപ്പോൾ അതേമാതിരി തന്നെ കയറിപ്പോയി. എന്താ ചെയ്യുന്നുണ്ട്. കെട്ടിയൻ ചായ് നോക്കിയേ. എന്നിട്ട് ഇമൂറിനെ നോക്കിയേ. ക്യാബേജ് അഴിഞ്ഞ പോലെ തന്നെ ഇങ്ങോട്ട് പോകുന്നു. ചായ ചൂടാറും. ചായ് കാപ്പി വേ. അയ്യോ, അതെങ്ങനെ സൗണ്ട് കെട്ടോന്നിടാൻ പാടില്ല. ഇതൊന്നും വരുന്നില്ലല്ലേ. അങ്ങനെ അവിടെ നിന്ന് കപ്പം വാങ്ങിച്ച് നമ്മൾ താഴെ ചെന്നപ്പോഴേക്കും വെച്ച് മീൻ വെട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തണുപ്പൊക്കെ പോകാനായിട്ട് ഫ്രീസറിൽ വെച്ചുള്ളൂ. അപ്പോൾ അത് വെള്ളത്തിലിട്ടേക്കാണ്. അതിൻ്റെ കൂടെ കല്ലുപ്പ് വെച്ചിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്യാനാണ് കേട്ടോ. വാപ്പ എന്ത് മീനാ? അപ്പൊ അത്
വറ്റേ പുഴ വറ്റാതെ ഔ പുഴ പറയാനില്ലേ ഇന്ന് നോക്കിയത് മതി. ഇത് പൊരിക്കാനാ ഇത് വറക്കാനാ പൊരിക്കാൻ കറിക്കാനോ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാ ഫ്രിഡ്ജിലൊക്കെ ആകുമ്പോ പുളിവെള്ളത്തില് മുളക് ഇളക്കൂല ചോദിച്ച എനിക്ക് ആ അടപ്പത്തെ കൂടെ ഇത് കത്തോണാവോ ഇടക്കിടക്ക് കെട്ടോണു പുഴ വറ്റേ ഇടക്കിടക്ക് കെട്ടോണു പുഴ വറ്റേ അയിലോൽക്ക കടൽ വയ്ക്ക പിന്നെ നമ്മുടെ ക്യാബേജ് എനിക്ക് ഇവിടെ റെഡിയായി സെറ്റായി വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കരിഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പീസ് കറി റെഡി ആവണുള്ളൂ, വെന്തിട്ടുണ്ട്. ഇനി ഇതേ വേപ്പില എടുത്ത് നമ്മുടെ കറിവേപ്പില ആണ് കേട്ടോ. ഇത് നമ്മുടെ നാടനായതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ഭയങ്കര കഴുകലൊന്നും കഴുകണ്ട. അതിൻ്റെ ജസ്റ്റ് ക്ലീൻ ചെയ്താൽ മതി. അങ്ങനെ അതും റെഡിയാക്കി. പിന്നെ അതേ രാവിലത്തെ എൻ്റെ പരിപാടിയാണ് ജാതിക്ക വറുക്കൽ. പുറത്തുള്ളത് കൂടി ഒന്ന് നോക്കണം കേട്ടോ. പുറത്ത് വീണിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ അവിടെ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് പെറുക്കിയെടുക്കാം. അങ്ങനെ അതാ ഞാൻ ഓഫീസിലെത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.